ഹലോ, വെൽക്കം ടു എൻട്രി. ഞാൻ വിഷ്ണു പുഷ്പരാജ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KCS റൂൾസ് അമെന്റ്മെന്റ്. നമുക്കറിയാം, എന്താണ് ആക്ടിൽ ഓൾറെഡി അമെന്റ്മെന്റ് വന്നിരുന്നു. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട റൂൾ അമെന്റ്മെന്റും കൂടെ നമുക്ക് നിലവിൽ വന്നിട്ടുണ്ട്. അപ്പൊ പഠിക്കണം അല്ലെ, പഠിക്കണം. കാരണം ഇനിയുള്ള പരീക്ഷകൾക്ക്, ഇനിയുള്ള CSEB എക്സാമിന് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ റൂൾസും അതുപോലെ ആക്ട് ആൻഡ് റൂൾസ് എന്ന് പറയുന്നത്. അത് തന്നെ നമുക്ക് കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ റൂൾസിൽ നിന്നുള്ള ചില ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, റൂൾ അമെന്റ്മെന്റ് കുറെ അധികം ഉണ്ട് കേട്ടോ, കുറെ അധികം അമെന്റ്മെന്റുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ക്രമത്തിൽ തന്നെ, അതായത് വന്ന രീതി എങ്ങനെയാണോ അതനുസരിച്ചിട്ടുള്ള അതേ ആ ഒരു ക്രമത്തിൽ തന്നെ നമുക്ക് പഠിച്ചു പോകാം. പിന്നെ ഒരു പാർട്ട് 1 ആയിട്ടാണ് നമ്മളിവിടെ വീഡിയോ എന്ത് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ് നമ്മൾ എന്ത് ചെയ്യുക, ഇന്ന് ഈ ഒരു ക്ലാസ് കേട്ടോ, കുറച്ച് കാര്യങ്ങൾ മാത്രം. കുറെ അധികം കാര്യങ്ങളുണ്ട്. അപ്പൊ ഓരോ പാർട്ട് ബൈ പാർട്ട് ആയിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഡെഫിനേഷൻസിൽ അമെന്റ്മെന്റുകൾ വന്നിട്ടുണ്ട്. എവിടെ? ഡെഫിനേഷൻസിൽ, വ്യാഖ്യാനങ്ങൾ എന്ന് പറയും. അപ്പം റൂള് 2-ലാണ് ഡെഫിനേഷൻസിനെ കുറിച്ച് പറയുന്നത് അല്ലെ. റൂള് 2 സെക്ഷൻ 2-ലും റൂള് 2-ലുമാണ് ഡെഫിനേഷൻസ്. അപ്പൊ ഇവിടെ അമെന്റ്മെന്റ് ടു ദ റൂൾസ് ഇൻ ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾസ് 1969. ഒന്നാമത് ആദ്യമായിട്ട് വന്നിട്ടുള്ള ആ ഒരു അമെന്റ്മെന്റ് എന്ന് പറഞ്ഞാല് റൂൾ 2-ൽ, അതായത് ഡെഫിനേഷൻസ് വന്നിട്ടുണ്ട്. പറഞ്ഞത് ആഫ്റ്റർ ക്ലോസ് എക്ക് ശേഷം ഈ അമെന്റ്മെന്റുകൾ 3 തരത്തിലാണ് വരുന്നത്. ഓക്കെ, ഒന്നാമത്തേതെന്ന് പറഞ്ഞാല് എന്താ പറയുക, ഇൻസേർഷൻ എന്ന് പറയും. അതായത് പുതിയതായിട്ട് കൊണ്ടുവരും, നിലവിൽ പറഞ്ഞിട്ടേ ഇല്ല, പുതിയതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്ത് വരികയാണെങ്കിൽ നമ്മൾ അതിനെ ഇൻസേർഷൻ എന്ന് പറയും. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞില്ല, നിലവിൽ പറഞ്ഞതിനെ അതിൽ എന്താണ് ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുന്നതിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുക. മൂന്നാമത്തെ ഒമിഷൻ ആണ്. ആദ്യത്തെ പറയുന്നത് ഇൻസേർഷൻ, അതായത് പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതിനെ ഇൻസേർഷൻ എന്നും. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നിലവിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം, നിലവിൽ പറഞ്ഞിട്ടുള്ളതിനെ മാറ്റി എന്താണ് പറയുക, അതിൽ വ്യത്യാസം കൊണ്ടുവരികയാണെങ്കിൽ അതിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നും. ഇനി നിലവിലുള്ളതിനെ കളയുന്നതിനെ നമുക്ക് ഒമിഷൻ, അല്ലെ, ഒമിറ്റ് ചെയ്ത് കളയെന്ന് പറയത്തില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ അമെന്റ്മെന്റുകൾ വരുന്നത്. ഇവിടെ പറയുന്നുണ്ട് ഇൻ റൂൾ 2 ആഫ്റ്റർ ക്ലോസ് എക്ക് ശേഷം പറയുന്നത് ഫോളോയിങ് ക്ലോസ് ഷാൾ ബി ഇൻസേർട്ട്, അതായത് പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. എന്താണ് സെക്ഷൻ 2AI എന്ന് പറയും. AI അല്ലെ, AI എന്ന് പറയുന്നത് ഓഡിറ്റ് ടീമാണ്. ഇപ്പൊ എന്താണ് ഓഡിറ്റ് ടീം നമുക്ക് നോക്കാം അല്ലെ. ഓഡിറ്റ് ടീം മീൻസ് എ ടീം ഓഫ് ഓഡിറ്റേഴ്സ് അപ്പോയിന്റഡ് ബൈ ദ DCA ആസ് സ്റ്റിപ്പുലേറ്റഡ് അണ്ടർ സബ്സെക്ഷൻ 9 ഓഫ് സെക്ഷൻ 63 ഓഫ് ദി ആക്ട് എന്നാ പറയുക. ഇപ്പൊ എന്താ അർത്ഥം? സെക്ഷൻ 63-ലെ സബ്സെക്ഷൻ 9 പ്രകാരം DCA അപ്പോയിന്റ് ചെയ്യുന്ന ആ ഓഡിറ്റ് ടീമിനെയാണ്, അല്ലെങ്കിൽ ടീം ഓഫ് ഓഡിറ്റേഴ്സിനെയാണ് ഇവിടെ ഓഡിറ്റ് ടീം എന്നതുകൊണ്ട് വ്യാഖ്യാനിക്കുന്നത്. റൂൾ 2AI-ലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. എന്താണ് ഓഡിറ്റ് ടീം എന്നാൽ വകുപ്പ് 63 ഉപവകുപ്പ് 9 പ്രകാരം സഹകരണ ഓഡിറ്റ് ഡയറക്ടറായി നിയമിക്കപ്പെടുന്ന ഓഡിറ്റർമാരുടെ ടീം എന്നർത്ഥമാകുന്നു എന്നാണ് ഈ റൂൾ 2AI ഓഡിറ്റ് അല്ലെ, ഓഡിറ്റ് ടീം എന്നുകൊണ്ട് ഓർത്തു പോകും. ഇത് നിലവിൽ പറഞ്ഞിട്ടില്ല, പുതിയതായിട്ട് കൂട്ടിച്ചേർത്താണ്. സോ ഇറ്റ് ഈസ് ആൻ ഇൻസേർഷൻ അല്ലെ, ഇൻസേർട്ട് ചെയ്താണ്. നിലവിൽ പറഞ്ഞിട്ടില്ല, പുതിയതായിട്ട് നമ്മൾ ആഡ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻസേർഷൻ ആണ് അല്ലെ, പുതിയതായിട്ട് ആഡ് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ പറയുന്നുണ്ട് ആഫ്റ്റർ ക്ലോസ് എ ദ ഫോളോയിങ് ക്ലോസ് ഷാൾ ബി ഇൻസേർട്ട്, അതായത് എക്ക് ശേഷം താഴെ പറയുന്ന ആ ഒരു ക്ലോസ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് ക്ലോസ് AB ആണല്ലേ. AB എന്താണ് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം എന്ന് ഓർത്ത് വെച്ചത്. കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം എന്ന് ഓർത്ത് വെച്ചത്. എന്താണ് റിവൈവൽ ഫണ്ട് സ്കീം എന്ന് പറഞ്ഞാൽ സഹകരണ പുനരുദ്ധാരണ നിധി പദ്ധതി. എന്താണ് മലയാളത്തിൽ പറഞ്ഞതാണ് സഹകരണ പുനരുദ്ധാരണ നിധി പദ്ധതി. അതായത് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം മീൻസ് ദ കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ 57E ഓഫ് ദി ആക്ട്. ഇപ്പൊ സെക്ഷൻ 57E പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീമിനെയാണ് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം എന്നതുകൊണ്ട് റൂൾ 2AB വ്യാഖ്യാനിക്കുന്നത് അല്ലെങ്കിൽ അർത്ഥമാക്കുന്നത് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ ആകുന്നുണ്ടോ? പറയുന്നത് ഇങ്ങനെ സഹകരണ പുനരുദ്ധാരണ നിധി പദ്ധതി. ആ വാക്കൊന്ന് ഓർത്ത് വെച്ചേക്കുക, എന്ത് രസം അല്ലെ. സഹകരണ പുനരുദ്ധാരണ നിധി പദ്ധതി എന്നാൽ നിയമത്തിലെ വകുപ്പ് 57E പ്രകാരം രൂപീകരിച്ചിട്ടുള്ള സഹകരണ പുനരുദ്ധാരണ നിധി പദ്ധതി എന്നർത്ഥമാകുന്നു എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പം നമ്മൾ പഠിച്ചു ഓഡിറ്റ് ടീം പഠിച്ചു അല്ലെ. പിന്നെ പഠിക്കുന്നുണ്ട് എന്താണ് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. അത് റൂൾ 2AB-ലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്തത് മൂന്നാമതായിട്ട് വന്നിട്ടുള്ളത് ക്ലോസ് H-ലാണ്. ഫോളോയിങ് ക്ലോസ് H ഷാൾ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് നെയിമിൽ. അപ്പൊ നിലവിൽ പേഴ്സൺ എന്നത് പറയുന്നുണ്ടായിരുന്നു, എന്നാൽ പുതിയ കുറച്ച് കാര്യങ്ങളോട് അതിൽ ഉൾപ്പെടുത്തുന്നു എന്ന് ഓർത്ത് വെച്ചേക്കുക. പറയുന്നുണ്ട് പേഴ്സൺ ഇൻക്ലൂഡ്സ് ദ ഗവൺമെന്റ്
the local self-government institution and cooperative society registered under this act എന്നാ പറയുക അല്ലെ. വ്യക്തി, പേഴ്സൺ എന്ന് പറയുന്നതാണ് വ്യക്തി. അപ്പോൾ ഈ റൂള് പ്രകാരം വ്യക്തി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന എന്താണെന്നാ പറയുക അല്ലെ. വ്യക്തി എന്നതിൽ സർക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഈ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട സഹകരണ സംഘങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു അല്ലെ. പേഴ്സൺ ഇൻക്ലൂഡ് ദ ഗവൺമെന്റും ദ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും പിന്നെന്താണ് ഈ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സഹകരണ സംഘങ്ങളും ഈ ഒരു ഈ ഒരു വ്യക്തി എന്ന ഹെഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഓർത്ത് വെച്ചേക്ക്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇതാണ് ക്ലോസ് എച്ചിൽ പറയുന്ന പേഴ്സൺ. നിലവിൽ പേഴ്സൺ പറയുന്നുണ്ടായിരുന്നു, അതിന്റെ അകത്ത് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പുതിയ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്ന് ഓർത്ത് വെക്കുക. ക്ലിയർ അല്ലേ? ഇതാണ് പേഴ്സൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത വന്നിട്ടുള്ള അമെന്റ്മെന്റ് ഇൻ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ, അതായത് സംഘം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അപേക്ഷ കൊടുക്കുന്നു. എവിടെ? സെക്ഷൻ 6 റൂള് 3. പഠിക്കാൻ എളുപ്പമാണ്, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. സെക്ഷൻ 6 റൂള് 3 ആ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഇൻ റൂൾ 3 എ ക്ലോസ് ബി ഓർ സബ് റൂൾ 1 ഷാൾ ബി ഒമിറ്റഡ്. Be in sub-rule 6 for the entries against item 1 in column 2 for the words 2000 the way 2500 shall be substituted. ഇവിടെ പറയുകയാണ് 2000 എന്ന് പറയുന്നതിനെ മാറ്റിക്കൊണ്ട് എന്താണ് 2500 ആയിട്ട് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2000 മാറ്റി 2500 ആക്കുന്നു. പിന്നെ പറയുന്നത് 4000 മാറ്റി 5000 ആക്കുന്നു അല്ലെ. 4000 മാറ്റി 5000 ആക്കുന്നു. പിന്നെ പറയുകയാണ് എന്താണ് 5000 മാറ്റി 6250 ആക്കുന്നു. പിന്നെ പറയുന്നുണ്ട് 10000 മാറ്റി 12500 ആക്കുന്നു. കേട്ടിരുന്നേ, ഞാനിത് വളരെ ഇങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ് എങ്ങനെ ഗസറ്റിൽ റൂള് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് റൂള് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്ക് അങ്ങനെ പഠിക്കേണ്ട കാര്യമില്ല. അതായത് ഇവിടെ പറയുന്നത് ഏതോ ഒരു ഭാഗത്ത് 2000 മാറ്റി 2500 ആക്കുന്നു. 4000 മാറ്റി 5000 ആക്കുന്നു. 5000 മാറ്റി 6250 ആക്കുന്നു അല്ലെ. 10000 മാറ്റി 12500 ആക്കുന്നു. നിങ്ങൾ അതൊന്നും നോക്കണ്ട. അതെ, ഞാൻ ഇവിടെ ഒരു കോളം നോക്കി, ഇവിടെ ഒരു ടേബിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് രജിസ്ട്രേഷൻ ഫീസിനെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. എന്തിനെ കുറിച്ചാണ്? രജിസ്ട്രേഷൻ ഫീസിനെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട് ഒരു താലൂക്കിന്റെ ഉള്ളിലാണ് ഒരു സംഘത്തിന്റെ പ്രവർത്തന പരിധിയെങ്കിൽ എത്ര രൂപയായിരുന്നു? നേരത്തെ 2000 ആയിരുന്നെങ്കിൽ അതിനെ മാറ്റിക്കൊണ്ട് ഇപ്പോൾ 2500 ആണ്. മനസ്സിലായോടെ? ഒരു സംഘത്തിന്റെ പ്രവർത്തന പരിധി ഒരു താലൂക്കിന്റെ ഉള്ളിലാണെങ്കിൽ അവർ അടയ്ക്കേണ്ട ആ ഒരു രജിസ്ട്രേഷൻ ഫീ എന്ന് പറയുന്നത് 2500 ആണ്. നേരത്തെ 2000 ആണ്. അതാ പറയുന്നത് 2000 മാറ്റിക്കൊണ്ട് 2500 ആക്കി. അടുത്ത പറയാണ് താലൂക്ക് ആൻഡ് എബോവ് ബട്ട് ലെസ് ദാൻ എ ഡിസ്ട്രിക്ട്. ഒരു താലൂക്കോ അതിൽ കൂടുതലോ ആവാം, പക്ഷെ ഒരു ജില്ല വരാൻ പാടില്ല. ഓക്കെ. താലൂക്ക് ആൻഡ് എബോവ് ബട്ട് ലെസ് ദാൻ എ ഡിസ്ട്രിക്ട്, അതായത് ഒരു താലൂക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആവാം, പക്ഷെ ഒരു ജില്ല വരാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ അവിടെ 5000 രൂപയാണ്. ഇപ്പൊ വിദിനെ താലൂക്കാണ് 2500. താലൂക്ക് ആൻഡ് എബോവ് ബട്ട് ലെസ് ദാൻ എ ഡിസ്ട്രിക്ട് ആണെങ്കിൽ 5000. ഇനിയും പറയാണ് ഒരു ഡിസ്ട്രിക്ട് ഒരു ജില്ലയാണെങ്കിൽ, സംഘത്തിന്റെ പ്രവർത്തന പരിധി ഒരു ജില്ലയാണെങ്കിൽ നേരത്തെ എത്രയായിരുന്നു? 5000 ആണെങ്കിൽ ഇപ്പോൾ അതിനെ 6250 ആക്കി. അതാ പറഞ്ഞ 5000 മാറ്റി 6250 ആക്കി. ഇനി പറഞ്ഞ മോർ ദാൻ 1 ഡിസ്ട്രിക്ട്, ഒരു ജില്ലയിൽ കൂടുതലാണ് സംഘത്തിന്റെ പ്രവർത്തന പരിധി എങ്കിൽ 12500 രൂപ നൽകേണ്ടതുണ്ട്. വിദിനെ താലൂക്കാണ് 2500. ഒരു താലൂക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ, പക്ഷെ എന്താണ് ഒരു ജില്ലയിൽ കുറവാണ് പ്രവർത്തന പരിധി എങ്കിൽ 5000. ഇനി ഒരു ജില്ലയാണ് പ്രവർത്തന പരിധി എങ്കിൽ 6250. ഇനിയും പറയുകയാണ് ഒരു ജില്ലയിൽ കൂടുതലാണ് പ്രവർത്തന പരിധി എങ്കിൽ 12500 എന്ന് ഓർത്ത് വെച്ചേക്കും. ഓക്കെ. ഇപ്പൊ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ, സംഘം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അപേക്ഷ കൊടുക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഭേദഗതിയിൽ ഒന്നാമത്തെ രജിസ്ട്രേഷൻ ഫീസ് ആണ്. മറന്നു പോകില്ല, പഠിക്കാൻ എളുപ്പമാണ്. 2500 അതിന്റെ ഇരട്ടി 5000, 6250 അതിന്റെ ഇരട്ടി 12500. നേരത്തെ 2, 4, 5, 10 എന്നാണ് ഞാൻ പഠിപ്പിച്ചതെങ്കിൽ ഇവിടെ 2, 5 പിന്നെ എത്രയാണ്? 6250, 12500. ഓക്കെ. പിന്നെ ഇതും ഇവിടെ വന്നതാണ്. ആഫ്റ്റർ സബ് റൂൾ 6 ദ ഫോളോയിങ് സബ് റൂൾ ഷാൾ ബി ആഡഡ്. അതായത് എവറി ആപ്ലിക്കേഷൻ ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി സബ്മിറ്റഡ് ആൻഡ് പ്രോസസ്ഡ് ത്രൂ ഓൺലൈൻ ഓർ ഓൺ ഫിസിക്കൽ മോഡ് എന്ന് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? എവറി ആപ്ലിക്കേഷൻ ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി സബ്മിറ്റഡ് ആൻഡ് പ്രോസസ്ഡ് ത്രൂ ഓൺലൈൻ ഓർ ഓൺ ഫിസിക്കൽ മോഡ്. അപ്പൊ ഇത് പുതിയതായിട്ട് ആഡ് ചെയ്തതാണ് കേട്ടോ. അത് ഫോളോയിങ് സബ് റൂള് ഷാൾ ബി ആഡ് പുതിയതായിട്ട് ആഡ് ചെയ്തതാണ്. പറയുന്നുണ്ട് എന്താ പറയുക, ഒരു സഹകരണ സംഘം രജിസ്ട്രേഷന് വേണ്ടിയുള്ള എല്ലാ അപേക്ഷകളും സമർപ്പിക്കുന്നതും നടപടികൾ സ്വീകരിക്കുന്നതും ഓൺലൈൻ മാധ്യമത്തിലൂടെയോ ഫിസിക്കലായോ ആയിരിക്കുന്നതാണ്. അത് നമുക്കൊന്നെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഫിസിക്കൽ നേരിട്ട് കൊടുക്കാതെ കേട്ടോ. അവർ എവറി ആപ്ലിക്കേഷൻ
ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഒരു സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷകൾ അല്ലെ ഷാൽ ബി സബ്മിറ്റഡ് ആൻഡ് പ്രോസസ്ഡ്. സബ്മിറ്റ് ചെയ്യാൻ പ്രോസസ്ഡ് എങ്ങനെയൊക്കെ, ഒന്നെങ്കിൽ ഓൺലൈൻ ആയിട്ട് അല്ലെങ്കിൽ ഫിസിക്കൽ മോഡിൽ എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എവിടെ പഠിച്ചിട്ടുള്ളത്. റൂൾ 3 അതായത് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയാ റൂളിൽ വന്നിട്ടുള്ള അമെന്റ്മെന്റ് ഭേദഗതികൾ എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ നമ്മൾ എന്താ ഏതൊക്കെ പഠിച്ചിട്ടേ ഡെഫിനേഷൻസിലെ അമെന്റ്മെന്റ് പഠിച്ചു, പിന്നെ എന്താണ് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ അമെന്റ്മെന്റും പഠിച്ചു. ഇനി കുറെ അധികം കാര്യങ്ങൾ പഠിക്കണം. അപ്പൊ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി പോവാം. എങ്ങനെയാണ് ഇവിടെ നോക്കി ഇതിൽ പറഞ്ഞതുപോലെ പഠിക്കണ്ട, നമ്മൾ അതിനെ സിമ്പിൾ ആക്കി പഠിക്കുക. ഒരു താലൂക്കിന്റെ അണ്ടറിലാണ് പ്രവർത്തന പരിധി എങ്കിൽ 2500, ഒരു താലൂക്കോ അതിൽ കൂടുതലോ, എന്നാൽ ഒരു ജില്ലയിൽ കുറവാണെങ്കിൽ 5000, ഇനി ഒരു ജില്ലയാണെങ്കിൽ 6250, ഇനി എന്താണ് മോർ ദാൻ 1 ഡിസ്ട്രിക്ട് ആണെങ്കിൽ 12500 എന്ന് ഓർത്ത് വെച്ച്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ അടുത്ത പാർട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഒരു അപ്ഡേറ്റും കൂടെ എന്താണ്, നമ്മൾ എൻട്രി ചെയ്യുന്ന കോഴ്സുകൾ റൺ ചെയ്യുന്നുണ്ട്. CSEB എക്സാമുമായി ബന്ധപ്പെട്ട് ക്ലർക്ക് ഓർ ക്യാഷ്യർ അല്ലെ, നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട എക്സാംസുകളാണ്. ഇനിയിപ്പോ നമുക്കറിയാം മാർക്ക് 100-ലാണ് അല്ലെ, 100 മാർക്കിലാണ്. അപ്പൊ പ്രോപ്പറായിട്ട് ചിട്ടയോടെ ഒന്ന് പഠിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. അത്യാവശ്യം പഠിക്കണം. സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കേണ്ട സാഹചര്യമുണ്ട്. അപ്പൊ നമുക്ക് അതിനനുസൃതമായിട്ടൊരു കോഴ്സ് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിലബസ് ബേസ്ഡ് റെക്കോർഡ് ക്ലാസ്സസ്, അതായത് കംപ്ലീറ്റ് സിലബസ്. ഇപ്പൊ നമുക്ക് മാറിയ സിലബസ് അല്ലെ, മാറിയ സിലബസ് എന്നുകൊണ്ട് അർത്ഥമാക്കുക മാറിയ പരീക്ഷാ രീതി എന്ന് പറയും. കാരണം സിലബസുകളൊന്നും മാറിയിട്ടൊന്നുമില്ല, കുറച്ച് കാര്യങ്ങളുടെ അഡീഷണൽ ആയിട്ട് പഠിക്കണമെന്നൊക്കെ ഉള്ളൂ. അപ്പൊ അതിന്റെ എല്ലാം പൂർണ്ണമായിട്ടുള്ള എന്താ പറയാ റെക്കോർഡ് ക്ലാസ്സുകൾ നമുക്ക് ആപ്പിലുണ്ട്. അതുപോലെ തന്നെ എന്താണ് സ്റ്റഡി മെറ്റീരിയൽസുകളും, അതുപോലെ തന്നെ എന്താണ് ഒരു സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം. നമുക്ക് ഒരു മെന്റർ ഉണ്ടായിരുന്നു. ഓക്കെ, നിങ്ങളുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു മെന്റർ ഉണ്ടായിരിക്കും. പിന്നെ PYQസും പിന്നെ സ്പെഷ്യൽ എക്സാംസും ഡെയിലി എക്സാംസും വീക്ക്ലി എക്സാംസും മന്ത്ലി എക്സാംസുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇപ്പൊ നമുക്ക് എന്താണ് റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എന്താണ് എക്സാംസ് ഒക്കെ ആയി ബന്ധപ്പെട്ട് അപ്പൊ എക്സാം ഓറിയന്റഡ് ആയിട്ട് അതിന്റെ ഒപ്പം, അതായത് ഈ റെക്കോർഡ് ക്ലാസ്സിനോടൊപ്പം തന്നെ ലൈവ് സെഷൻസുകളും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ആ ഒരു ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ 7736122215 കേട്ടോ. ഓക്കെ, 7736122215 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മുടെ ടീം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ എല്ലാവരും പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ പഠിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് പുതിയ ഒരു ക്ലാസ്സുമായി വീണ്ടും അടുത്ത ഒരു പുതിയ വീഡിയോ ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.